തെരുവ് നായ്ക്കൾക്ക് മൈക്രോ ചിപ്പ് ഘടിപ്പിക്കണമെന്ന മൃഗസ്നേഹികൾ സുപ്രീം കോടതിയിൽ. തെരുവ് നായ ആക്രമണം വർദ്ധിച്ചതോടെ സ്വമേധയാ രൂപീകരിച്ച ഹർജിയിലെ വാദത്തിനിടയിലാണ് ഈ ആവശ്യം ഉയർന്നത്. പ്രത്യേക കേന്ദ്രത്തിലേക്ക് തെരുവ് നായ്ക്കളെ മാറ്റുന്നതിലെ എതിർപ്പ് ഇന്നും തുടർന്നു. ABC ചട്ടം നടപ്പിലാക്കാൻ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ല എന്നായിരുന്നു മറ്റൊരു ന്യായം. 3-അംഗ ബെഞ്ചിൽ വാദം നാളെയും തുടരും. ധനസുമോദ് വിവരങ്ങൾ നൽകാനുണ്ട്. ധനസുമോദ്, വിശദാംശം. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ചതാണ്. ഇന്നലെ വാദമുണ്ടായിരുന്നു, ഇന്നും വാദം നടക്കുകയാണ്. ഇന്നലെ വാദത്തിനിടയിൽ സുപ്രീം കോടതി തന്നെ പല നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു. അതിൽ തന്നെ നായകൾക്ക് കൗൺസിലിംഗ് കൊടുക്കണോ എന്ന് ഇത് കൊടുത്താൽ മതി എന്നൊരുള്ള പരിഹാസം നിറഞ്ഞ നിരീക്ഷണം നടത്തിയിരുന്നു. മൃഗസ്നേഹികൾ ഇന്ന് ഇതിനൊരു മറുപടി തന്നെ നൽകിയിരുന്നു. അവർ പറയുന്നത് നായകൾക്കല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, നായകളുടെ ഉടമസ്ഥർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ നായസ്നേഹികളുടെ വാദമാണ് പ്രധാനമായും ഇന്നുണ്ടായിരുന്നത്. KK വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരായിരുന്നു വാദിച്ചത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ABC റൂൾ പ്രകാരം തന്നെ നടത്തണം, കാര്യങ്ങളെല്ലാം നായകളുടെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതായത് നായകളെ പിടികൂടുക, വന്ധീകരിക്കുക, അതിനുശേഷം എവിടെയാണോ പിടികൂടിയത് അവിടെ തന്നെ വിട്ടയക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, നായകളെ കൂട്ടത്തോടെ പിടികൂടിയാൽ എലികൾ വർദ്ധിക്കാൻ കാരണമാകും എന്നൊരു നിരീക്ഷണം കൂടി ഈ സുപ്രീം കോടതി വാദത്തിനിടയിൽ മൃഗസ്നേഹികൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എലികളെ പിടികൂടേണ്ടത് പൂച്ചകളല്ലേ, പൂച്ചകളെ പ്രോത്സാഹിപ്പിച്ചാൽ മതി എന്ന തരത്തിലുള്ള ഒരു തമാശ കലർന്ന ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും സുപ്രീം കോടതി ഒരു കാരണവശാലും നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി ഏതെങ്കിലും ക്യാമ്പിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം പറയില്ല എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി ബെഞ്ച് നിരീക്ഷിച്ചു. വാദം സുപ്രീം കോടതിയിൽ തുടരുകയാണ്. നാളെയും ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ ഉണ്ടാവും.